ഹലോ എവരിവൺ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സിലെ ഫ്ലൂയിഡ് കൈനമാറ്റിക്സിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്? ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ് മോഷൻ വിത്തൗട്ട് കൺസിഡറിങ് ഫോഴ്സ് ഓർ എനർജി ഇൻവോൾവ്. അതായത് ഫ്ലൂയിഡിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി എന്ത്? വിത്തൗട്ട് കൺസിഡറിങ് ഫോഴ്സ് ഓർ എനർജി ഇൻവോൾവ്. അതായത് ഫ്ലൂയിഡ് മോഷന് കാരണമായ ഫോഴ്സ് അല്ലെങ്കിൽ എനർജിയെ കൺസിഡർ ചെയ്യാതെയുള്ള സ്റ്റഡീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്ലൂയിഡ് കൈനമാറ്റിക്സിൽ ഫ്ലൂയിഡ് മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി രണ്ട് മെത്തേഡാണുള്ളത്. ലഗ്രാഞ്ചിയൻ മെത്തേഡും ഓയിലേറിയൻ മെത്തേഡും. അപ്പോൾ എന്താണ് ലഗ്രാഞ്ചിയൻ മെത്തേഡിൽ പറയുന്നത്? ഇവിടെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ഓരോ സിംഗിൾ ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെയാണ്. അതായത് നമ്മൾ ഓരോ സിംഗിൾ ഫ്ലൂയിഡ് പാർട്ടിക്കിളെയും ഇൻഡിവിജ്വലായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അതിൻ്റെ മോഷനെ ഒബ്സർവ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ പാത്തിനെ ട്രേസ് ചെയ്തിട്ട് അങ്ങനെ ഫ്ലൂയിഡിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലഗ്രാഞ്ചിയൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഒബ്സർവർ അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുന്ന ആൾ എന്തിനാണ് ചെയ്യുന്നത്? എങ്ങനെയാണ് ചെയ്യുന്നത്? ഇൻഡിവിജ്വൽ മോളിക്യൂളിനെ നമ്മൾ ട്രേസ് ചെയ്യുന്നു. അതായത് പാത്ത് ടേക്കൺ ബൈ ദ പാർട്ടിക്കിൾ ആൻഡ് ചേഞ്ചസ് ഇൻ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ആർ സ്റ്റഡീഡ്. അതായത് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ്, അതായത് ഒരു ഫ്ലൂയിഡിൻ്റെ പാത്തിനെ നമ്മൾ ട്രേസ് ചെയ്യുന്നു. ആ പാത്തിൽ ഉണ്ടാകുന്ന അതിൻ്റെ പ്രോപ്പർട്ടീസിൽ ഉണ്ടാകുന്ന ചേഞ്ച് അല്ലെങ്കിൽ ഫ്ലൂയിഡ് മോഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ സ്റ്റഡി ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ലഗ്രാഞ്ചിയൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഓരോ പാർട്ടിക്കിളിനെയും അതിൻ്റെ പാത്തിനെ ട്രേസ് ചെയ്തിട്ട് സ്റ്റഡി ചെയ്തു. അപ്പോൾ ത്രൂ ഔട്ട് മോഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ആ പാർട്ടിക്കിളിനെ ട്രേസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് എന്തിനനുസരിച്ചിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്? ഫങ്ഷൻ ഓഫ് ടൈം. ഓരോ ഇൻസ്റ്റൻറ്റിൽ ആ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എവിടെയാണെന്ന് ഓരോ ഇൻസ്റ്റൻറ്റിലുള്ളത് ആ ഓരോ ഇൻസ്റ്റൻറ്റിലുള്ള പ്രോപ്പർട്ടീസാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ്? ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ആർ ഫങ്ഷൻ ഓഫ് ടൈം. വെലോസിറ്റി ഈസ് എ ഫങ്ഷൻ ഓഫ് ടൈം. പ്രഷർ, ഫ്ലൂയിഡിൻ്റെ പ്രഷർ, ഡെൻസിറ്റി എല്ലാം എന്താണ്? അതായത് എല്ലാ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസും ഫങ്ഷൻ ഓഫ് ടൈം ആണ്. നമ്മൾ ഓരോ ഇൻസ്റ്റൻറ്റിലും അതിനെ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അപ്രോച്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലഗ്രാഞ്ചിയൻ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഈ ലഗ്രാഞ്ചിയൻ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരുടെയും ഫോളോ ചെയ്യാൻ പറ്റില്ല. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. കാരണം എന്താ വെച്ചാൽ ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിളിനെയും ഒരു ബൾക്കായിട്ടുള്ള ഫ്ലൂയിഡ് മോഷനിൽ ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിളിനെയും ട്രേസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തല്ല പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ സ്റ്റഡി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമ്പാരിറ്റീവ്ലി എന്താണ്? ഡിഫിക്കൽട്ടാണ്. പിന്നെ എവിടെയാണ് ഇത് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്? നമ്മുടെ റെയറിഫൈഡ് ഗ്യാസസിൻ്റെ കേസിൽ, അതായത് സ്പേസ് ആപ്ലിക്കേഷൻസിൽ, സ്പേസ് ഷട്ടിൽസിൻ്റെയൊക്കെ സ്റ്റഡിയുടെ കേസിൽ അവിടെ എന്തായിരിക്കും? അവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ലിമിറ്റഡ് ആയിരിക്കും. ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് തമ്മിൽ വളരെയധികം ഡിസ്റ്റൻസിലാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിളിനെയും സ്റ്റഡി ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ, റെയറിഫൈഡ് ഗ്യാസിൻ്റെയൊക്കെ കേസുകളിലാണ് നമ്മൾ എന്ത് ഫോളോ ചെയ്യുന്നത്? ലഗ്രാഞ്ചിയൻ മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. ഇനി നമ്മൾ വൈഡ്ലി ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഫോളോ ചെയ്യുന്നൊരു മെത്തേഡാണ് എന്ത്? ഓയിലേറിയൻ മെത്തേഡ്. ഓയിലേറിയൻ മെത്തേഡിൽ നമ്മൾ ഒരു പാർട്ടിക്കിളിനെ ട്രേസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെ ത്രൂ ഔട്ട് അതിൻ്റെ പാത്ത് ട്രേസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് വോളിയം, ഒരു ഫേസിൽ ഒരു ഫിക്സഡ് സ്പേസ് കൺട്രോൾ വോളിയം നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ആ കൺട്രോൾ വോളിയത്തിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെ അതിൻ്റെ സ്പേസിനും ആ കൺട്രോൾ വോളിയത്തിലെ സ്പേസ് കോർഡിനേറ്റിനും ടൈമിനും കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓയിലേറിയൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്പേസിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിനെയാണ് സ്റ്റഡി ചെയ്യുന്നത്. ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ ആ ഫങ്ഷൻ ഒരു പർട്ടിക്കുലർ സ്പേസിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ആ ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ത്രൂ ഔട്ട് ട്രേസ് ചെയ്തിട്ടല്ല സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓയിലേറിയൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓയിലേറിയൻ മെത്തേഡിൽ നമ്മുടെ ഫീൽഡ് വേരിയബിൾസ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് എന്തിൻ്റെയൊക്കെ ഫംഗ്ഷൻ ആയിരിക്കും? ഫംഗ്ഷൻ ഓഫ് സ്പേസ് ആൻഡ് ടൈം കോർഡിനേറ്റ്. അതായത് XYZ ആക്സിസിൻ്റെയും ടൈം കോർഡിനേറ്റിൻ്റെയും ഫംഗ്ഷൻ ആയിരിക്കും. അപ്പം ഓരോ നമ്മളവിടെ പ്രോപ്പർട്ടീസ് പറയുന്നത് എന്തിൻ്റെയൊക്കെ ഫംഗ്ഷൻ ആയിട്ടായിരിക്കും? ഫംഗ്ഷൻ ഓഫ് സ്പേസ് കോർഡിനേറ്റ് XYZ ആൻഡ് ടൈം. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റഡീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓയിലേറിയൻ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലഗ്രാഞ്ചിയൻ അപ്രോച്ചിൽ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെ ത്രൂ ഔട്ട് ട്രേസ് ചെയ്തിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്യുന്നു. ഓയിലേറിയൻ മെത്തേഡിൽ എന്താണ്? നമ്മളൊരു കൺട്രോൾ വോളിയം അല്ലെങ്കിൽ ഒരു ഫേസസ് ഫിക്സഡ് ആണ്, അതിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലൂയിഡ് മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റഡി ചെയ്യുന്നത്. അതിനെ സ്പേസ് കോർഡിനേറ്റിനെയും ടൈം കോർഡിനേറ്റിനെയും കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ
സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പ്രഷർ പറയുകയാണെങ്കിൽ പ്രഷർ എക്സ് വൈ സെറ്റ് കോർഡിനേറ്റിൻ്റെയും ടൈമിൻ്റെയും ഫംഗ്ഷനാണ്. വെലോസിറ്റി പറയുകയാണെങ്കിൽ എക്സ് വൈ സെറ്റ് കോർഡിനേറ്റിൻ്റെയും ടൈമിൻ്റെയും ഫംഗ്ഷനാണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റഡി ചെയ്യുന്നതിനാണ് നമ്മൾ ഓയിലേരിയൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഈ വെലോസിറ്റിയുടെ കേസ് എടുക്കുക. നമ്മൾ ഇവിടെ ഒരു ആക്സലറേഷൻ്റെ കൺവെക്റ്റീവ് ആക്സലറേഷൻ ലോക്കൽ ആക്സലറേഷൻ പറയാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ വെലോസിറ്റിയുടെ കേസ് നോക്കുക. വെലോസിറ്റി എന്തിൻ്റെ ഫംഗ്ഷനാണ്? എക്സ് വൈ സെറ്റ് ആൻഡ് ടി. അപ്പോൾ ഇതിൽ ഒരു സ്മോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? നമ്മൾ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ വെച്ച് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ സ്മോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡി വി ഈസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ഡോ വി ബൈ ഡോ സെഡ് ഇൻറ്റു ഡി സെഡ് പ്ലസ് ഡോ വി ബൈ ഡോ ടി ഇൻറ്റു ഡി ടി. അതായത് എക്സ് വൈ സെറ്റ് കോർഡിനേറ്റിൻ്റെയും ടീൻ്റെയും ഫംഗ്ഷനാണ്. അപ്പോൾ ഇങ്ങനെ പാർഷ്യൽ ഡെറിവേറ്റീവ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഇനി ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ബൈ ടൈം ആണല്ലോ. അപ്പോൾ ഡി വി ബൈ ഡി ടി ആണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആക്സിലറേഷൻ ഇതിൽ നമ്മൾ ആക്സിലറേഷൻ കിട്ടാൻ ഡി വി ബൈ ഡി ടി എടുക്കുകയാണെങ്കിലോ ഡോ വി ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ഡോ വി ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി ഡോ വി ബൈ ഡോ സെഡ് ഇൻറ്റു ഡി സെഡ് ബൈ ഡി ടി ഡോ വി ബൈ ഡോ ടി എന്ന് കിട്ടും. ഇതിൽ ഈ ഡി എക്സ് ബൈ ഡി ടി ഡി എക്സ് ബൈ ഡി ടി ഡി വൈ ബൈ ഡി ടി ഡി സെഡ് ബൈ ഡി ടി നമ്മൾ വെലോസിറ്റീനെ നമ്മൾ എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റിയുടെ ഫംഗ്ഷൻ യു ഐ ഇൻറ്റു വൈ ഡയറക്ഷനിലെ വെലോസിറ്റിയുടെ ഫംഗ്ഷൻ വി ജെ പ്ലസ് ഡബ്ല്യു കെ എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റിയാണ്. അതിനെ നമുക്ക് ഡി യു എന്ന് എഴുതാം, അതിനെ നമുക്ക് യു എന്ന് എഴുതാം. അതുപോലെ തന്നെ ഡി വൈ ബൈ ഡി ടി എന്ന് പറയുന്നത് എന്താണ്? വൈ ഡയറക്ഷനിലെ വെലോസിറ്റി വി എന്ന് എഴുതാം. ഡി സെഡ് ബൈ ഡി ടി സെഡ് ബൈ ഡയറക്ഷനിലെ വെലോസിറ്റി ഡബ്ല്യു എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ ആക്സിലറേഷനെ നമുക്ക് ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ ടി പ്ലസ് യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു വി ഇൻറ്റു ഡി വി ബൈ ഡി വൈ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ഡി വി ബൈ ഡി സെഡ് എന്ന് എഴുതാം. അപ്പോൾ ആക്സിലറേഷനെ ഇങ്ങനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് നമുക്ക് എഴുതാം. അതിൽ ഈ കമ്പോണൻസിന്, അതായത് ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് വേരി ചെയ്യുന്ന കമ്പോണൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോക്കൽ ആക്സിലറേഷൻ, ലോക്കൽ അല്ലെങ്കിൽ ടെമ്പറൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. പിന്നെ സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ട് വേരി ചെയ്യുന്ന ഈ ഒരു കമ്പോണൻറ്റിനെയാണ് നമ്മൾ കൺവെക്റ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ആക്സിലറേഷൻ. ഇത് ഫ്ലൂയിഡിന് മാത്രമേ ഉണ്ടാവുള്ളൂ കൺവെക്റ്റീവ് ആക്സിലറേഷൻ. അപ്പോൾ നമ്മൾ ടോട്ടൽ ആക്സിലറേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ ആക്സിലറേഷൻ ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഫ്ലൂയിഡ് മോഷനെ നമുക്ക് എങ്ങനെ എഴുതാം? ടെമ്പറൽ അല്ലെങ്കിൽ ലോക്കൽ ആക്സിലറേഷൻ പ്ലസ് കൺവെക്റ്റീവ് ആക്സിലറേഷൻ. ഈ ടെമ്പറൽ ആക്സിലറേഷൻ എന്തിൻ്റെ വിത്ത് റെസ്പെക്ട് ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും? ടൈമിന് വിത്ത് റെസ്പെക്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു പാർട്ടാണ് എന്ത്? ടെമ്പറൽ അല്ലെങ്കിൽ ലോക്കൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. കൺവെക്റ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് പൊസിഷൻ അല്ലെങ്കിൽ മൂവ്മെന്റിനനുസരിച്ചിട്ട് സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന, സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും അതിൽ ചേഞ്ചസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രണ്ട് കമ്പോണൻസിൻ്റെ സമ്മാണ് ടോട്ടൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡി വി ബൈ ഡി ടി, ടൈമിൻ്റെ മാത്രം ഒരു ഫംഗ്ഷൻ, അതായത് ഒരു ലഗ്രാഞ്ചിയൻ കൺസെപ്റ്റ് ആണെന്ന് പറയും ടോട്ടൽ ആക്സിലറേഷൻ എന്നാണ്. അത് എന്താണ്? ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ്റെയും സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ്റെയും എന്താണ് ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇനി ഒരു ഫ്ലൂയിഡ് ഒരു കർവ്ഡ് പാത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നതെന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തും കൂടി ഉണ്ടാവും? ഈ കർവ്ഡ് പാത്തിൽ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു നോർമൽ ആക്സിലറേഷൻ, അതായത് ടുവേർഡ്സ് സെൻറ്റർ ഓഫ് കർവ്ഡ് പാത്ത് നോർമൽ ആക്സിലറേഷനും കൂടി ഉണ്ടാവും. അതിൻ്റെ വാല്യൂ an = v² r ആണ്. അതായത് ടാൻജൻഷ്യൽ വെലോസിറ്റി സ്ക്വയർ ബൈ റേഡിയസ് ഓഫ് പാത്ത്. അപ്പം ഇതിൻ്റെ കൂടെ എന്തുകൂടി വരും? ഒരു കർവ്ഡ് പാത്തിലാണെങ്കിൽ ഈ ഒരു ആക്സിലറേഷൻ്റെ കൂടെ v² r, അതായത് നോർമൽ ആക്സിലറേഷൻ എന്നുള്ളൊരു ടേം കൂടി വരും. അപ്പോൾ ഇതാണ് ഓയിലേരിയൻ കൺസെപ്റ്റ്, ലഗ്രാഞ്ചിയൻ കൺസെപ്റ്റ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സിനെ പറ്റിയിട്ടാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ, അതായത് ഫ്ലൂയിഡിനെ നമുക്ക് സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ, അതുപോലെ യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ, 1 dimensional, 2 dimensional, 3 dimensional flow, rotational and irrotational flow, laminar flow, compressible and incompressible flow. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് ഫ്ലോ എന്താണ് മീൻ ചെയ്യുന്നത്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ സ്റ്റഡി ഫ്ലോ.
എന്താ സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ? നമ്മുടെ സ്റ്റഡി എന്നുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത് ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്ലൂയിഡ് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ അതിനെയാണ്, ആ ടൈപ്പ് ഫ്ലോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. എന്താണ്? ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ് ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ഫ്ലോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു കോൺസ്റ്റന്റ് ഫ്ലോ റേറ്റിൽ ഒരു പൈപ്പിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഒരു പ്രിസമാറ്റിക് കൺഡ്യൂട്ടിലൂടെ അല്ലെങ്കിൽ ഒരു പൈപ്പിലൂടെ കോൺസ്റ്റന്റ് ഫ്ലോ റേറ്റിൽ ക്യൂ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ഫ്ലോ റേറ്റിൽ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, ഒരു സ്റ്റഡി ഫ്ലോ എന്ന് പറയാം. അവിടെ എന്ത് വരുന്നില്ല, ഫ്ലോ റേറ്റിൽ അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് ചേഞ്ച് വരുന്നില്ല. അങ്ങനെയുള്ള ഫ്ലോനെയാണ് നമ്മൾ സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അൺസ്റ്റഡി ഫ്ലോ ആണ്. അൺസ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ്, ഫ്ലൂയിഡ് ക്യാരക്ടറിസ്റ്റിക്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫ്ലൂയിഡ് വെലോസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രഷർ ഒക്കെ വിത്ത് റെസ്പെക്ട് ടു ടൈം ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം, ആ ടൈപ്പ് ഫ്ലോനെയാണ് നമ്മൾ അൺസ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു വാൽവ് ഗ്രാജുവലായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ്, അതിൻ്റെ റേറ്റ് ഓഫ് ഫ്ലോ ഇൻക്രീസ് ചെയ്ത് വരും. അവിടെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസും വെലോസിറ്റി അല്ലെങ്കിൽ ആക്സിലറേഷൻ അങ്ങനെയുള്ള ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്ത് വരും. അപ്പോൾ അങ്ങനെയുള്ള ഫ്ലോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൺസ്റ്റഡി ഫ്ലോ എന്നത്. ഈ അൺസ്റ്റഡി ഫ്ലോ അല്ലെങ്കിൽ സ്റ്റഡി ഫ്ലോ എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് എല്ലാ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിനും എന്താണ്, ആപ്ലിക്കബിൾ ആണ്. എല്ലാ ഫ്ലൂയിഡ് പ്രോപ്പർട്ടിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് എന്ത്, സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ. ഈ യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇത് ഫ്ലോ വെലോസിറ്റീൻ്റെ കേസിൽ മാത്രമാണ് നമുക്ക് ആപ്ലിക്കബിൾ. അതായത് ബാക്കിയുള്ള പ്രോപ്പർട്ടീസൊന്നും കേസിലൊന്നും ഈ കൺസെപ്റ്റ് നമുക്ക് ആപ്ലിക്കബിൾ അല്ല. ഇവിടെ വെലോസിറ്റിയുടെ കേസിൽ മാത്രമാണ് യൂണിഫോം ഫ്ലോ അല്ലെങ്കിൽ നോൺ യൂണിഫോം ഫ്ലോ എന്നുള്ള കൺസെപ്റ്റ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അപ്പം എന്താണ് യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത്? അതായത് വെലോസിറ്റി അറ്റ് എനി ഗിവൺ ടൈം ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതായത് ഒരു ഫ്ലൂയിഡ് ഫ്ലോയിൽ വെലോസിറ്റി ഫ്ലൂയിഡ് ഫ്ലോ മൂവ്മെൻറ്റിൽ ത്രൂ ഔട്ട് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ, വെലോസിറ്റി സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ മൂവ് ചെയ്യുമ്പോൾ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് ഒരു യൂണിഫോം ഫ്ലോ ആണെന്ന് പറയാം. അപ്പോൾ ത്രൂ ഔട്ട് ഫ്ലോ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, യൂണിഫോം ഫ്ലോ എന്ന് പറയും. ഒരു സ്ട്രെയിറ്റ് പൈപ്പിലൂടെ കോൺസ്റ്റന്റ് ഡയമീറ്ററുള്ള സ്ട്രെയിറ്റ് പൈപ്പിലൂടെ ഫ്ലോ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഒരു ഫ്ലൂയിഡ് ഫ്ലോ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് യൂണിഫോം ഫ്ലോ എന്ന് പറയാം. കാരണം എന്താണ്, അവിടെ ഏരിയ ക്രോസ് സെക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ വെലോസിറ്റി എന്ത് ചെയ്യുന്നില്ല, ടോട്ടൽ ഫ്ലോ കോൺസ്റ്റന്റ് ആയിരിക്കും. ടോട്ടൽ ഡിസ്ചാർജ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ വെലോസിറ്റി എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വെലോസിറ്റി ചേഞ്ച് ചെയ്യാതെ ടോട്ടൽ ത്രൂ ഔട്ട് ദ ഫ്ലോയിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് യൂണിഫോം ഫ്ലോ എന്ന് പറയും. ഇനി നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ്. അതായത് വെലോസിറ്റി ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു സ്പേസ്. അതായത് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഓരോ പോയിന്റിലും ഫ്ലൂയിഡിലെ ഓരോരോ പോയിന്റുകളിലും ഡിഫറെൻറ്റ് വെലോസിറ്റി ആണെങ്കിൽ, അല്ലെങ്കിൽ വെലോസിറ്റി ഡിഫറെൻറ്റ് പാർട്ടുകളിൽ ഡിഫറെൻ്റ് ആണെങ്കിൽ, ത്രൂ ഔട്ട് ദ ഫ്ലോ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറയും. ഇപ്പോൾ നേരത്തെ കേസിൽ യൂണിഫോം ഫ്ലോയിൽ ഒരു കോൺസ്റ്റന്റ് ഡയമീറ്റർ പൈപ്പ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു, കോൺസ്റ്റന്റ് ഡയമീറ്റർ പൈപ്പ് ആണെങ്കിൽ എന്താണ്, ഇവിടെ വെലോസിറ്റി എന്താണ്, കോൺസ്റ്റന്റ് ആണ്, സ്റ്റഡി ഫ്ലോ ആണ്. ഇനി ഈ പൈപ്പിന്റെ ഡയമീറ്റർ വേരിയിങ് ആണെന്ന് വിചാരിക്കും, ഏരിയ വേരിയിങ് ആണ്. ഏരിയ വേരി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, സ്വാഭാവികമായിട്ടും ഏരിയ വേരി ചെയ്യുമ്പോൾ ഏരിയ കൂടുമ്പോൾ എന്ത് ചെയ്യും, വെലോസിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പോൾ ത്രൂ ഔട്ട് ദ ഫ്ലോയിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, വെലോസിറ്റി എന്തല്ല, കോൺസ്റ്റന്റ് അല്ല, വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഫ്ലോനെ നമുക്ക് എന്ത് പറയാം, നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറയും. ഇനി നമ്മൾ ഇപ്പോൾ രണ്ട് കേസ് പറഞ്ഞു, സ്റ്റഡി ഫ്ലോവും നോൺ യൂണിഫോം ഫ്ലോ. അപ്പോൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ എക്സാമിന് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു കേസ് തന്നിട്ട് ഇത് സ്റ്റഡി ഫ്ലോ ആണോ അല്ലെങ്കിൽ സ്റ്റഡി ആൻഡ് യൂണിഫോം ഫ്ലോ ആണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുറച്ച് സിമ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുക.
സ്റ്റഡി ആൻഡ് യൂണിഫോം ഫ്ലോൻ്റെ ഒരു എക്സാമ്പിൾ ആണെന്ന് ഫ്ലോ ത്രൂ ലോങ് പൈപ്പ് അറ്റ് കോൺസ്റ്റന്റ് റേറ്റ്. അതായത് ഒരു ലോങ് പൈപ്പിലൂടെ ഫ്ലോ ഉണ്ട്, അതെന്താണ് കോൺസ്റ്റന്റ് റേറ്റിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പം ഫ്ലോ ഡിസ്ചാർജ് കോൺസ്റ്റന്റ് ആണ്, ടൈമിനനുസരിച്ച് കോൺസ്റ്റന്റ് റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ടൈമിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യുന്നില്ല, അതുകൊണ്ട് അത് സ്റ്റഡി ഫ്ലോ ആണ്. ഇനി എന്താണ് ഫ്ലോ ത്രൂ ലോങ് പൈപ്പ് അല്ലെങ്കിൽ ഡയമീറ്റർ ചേഞ്ച് ചെയ്യുന്നില്ല, ലോങ് പൈപ്പ് ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ഡയമീറ്റർ ആണെങ്കിൽ അത് ഒരു യൂണിഫോം ഫ്ലോനും എക്സാമ്പിളാണ്. ഇനി സ്റ്റഡി ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ ത്രൂ ടാപ്പറിംഗ് പൈപ്പ് അറ്റ് കോൺസ്റ്റന്റ് റേറ്റ്. അതായത് ഇവിടെ എന്താണ് ഡിസ്ചാർജ് കോൺസ്റ്റന്റ് ആണ്, അതായത് ത്രൂ ഔട്ട് ഫ്ലോയിൽ ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷെ എന്താണ് പൈപ്പിന്റെ ഡയമീറ്റർ എന്താണ് ടാപ്പറിംഗ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റഡി നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറയാം. ഇനി നെക്സ്റ്റ് അൺസ്റ്റഡി യൂണിഫോം ഫ്ലോ. അതിനൊരു എക്സാമ്പിൾ ആണ് എന്ത് ഫ്ലോ ത്രൂ ലോങ് പൈപ്പ് അറ്റ് ഡിക്രീസിങ് റേറ്റ്. അതായത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഫ്ലോ ടൈമിനനുസരിച്ച് ഡിക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ത്രൂ ഔട്ട് എന്താണ് ലോങ് പൈപ്പിലൂടെയാണ്, അതായത് ത്രൂ ഔട്ട് സെയിം ഡയമീറ്റർ പൈപ്പാണ്, അവിടെ എന്താണ് യൂണിഫോം ഫ്ലോ ആണ് വരുന്നത്. ഇനി അൺസ്റ്റഡി നോൺ യൂണിഫോം ഫ്ലോ ഫ്ലോ ത്രൂ ടാപ്പറിംഗ് പൈപ്പ് അറ്റ് ഇൻക്രീസിങ് റേറ്റ്. അവിടെ എന്ത് വരുന്നുണ്ട് ഫ്ലോ റേറ്റും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതായത് ടൈമിനനുസരിച്ചിട്ട് ഫ്ലോ ചേഞ്ചും വരുന്നുണ്ട്, പക്ഷേ പൈപ്പിന്റെ ഡയമീറ്ററും അതുപോലെ തന്നെ എന്ത് വരുന്നുണ്ട് ചേഞ്ച് വരുന്നുണ്ട്, പൈപ്പിന്റെ ഡയമീറ്ററും ചേഞ്ച് വരുന്നുണ്ട്, അല്ലെങ്കിൽ പൈപ്പ് ടാപ്പറിംഗ് ആണ്. അപ്പോൾ അത് അൺസ്റ്റഡി ആണ്, നോൺ യൂണിഫോം ഫ്ലോ ആണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ രണ്ട് ഫ്ലോ ടൈപ്പിൻ്റെയും ഒരു എക്സാമ്പിൾസ്. ഇങ്ങനെ നമുക്ക് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, ഇതേപോലെ ഒരു എക്സാമ്പിൾ തന്നിട്ട് അത് ഏത് കാറ്റഗറിയിൽ വരുന്നു അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഫ്ലോ ആണെന്ന് ചോദിക്കാം. ഇനി നെക്സ്റ്റ് 1 ഡയമെൻഷണൽ 2 ഡയമെൻഷണൽ ആൻഡ് 3 ഡയമെൻഷണൽ ഫ്ലോ. എന്താണ് 1 ഡയമെൻഷണൽ ഫ്ലോ എന്നത്? പേര് പോലെ തന്നെ ഫ്ലോ പാരാമീറ്റർ, അതായത് ഫ്ലോ പാരാമീറ്റർ ഫംഗ്ഷൻ ഓഫ് ടൈം ആൻഡ് 1 സ്പേസ് കോർഡിനേറ്റ് ഓൺലി. അതായത് ഒരു എക്സ് കോർഡിനേറ്റിന്റെ മാത്രം ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ വൈ കോർഡിനേറ്റിന്റെ മാത്രം ഫംഗ്ഷൻ. അങ്ങനെ ഒരു സ്പേസ് കോർഡിനേറ്റിന്റെ മാത്രം അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിൽ മാത്രം ചേഞ്ച് ചെയ്യുന്ന തരത്തിലാണ് ഫ്ലോ പാരാമീറ്റർ എങ്കിൽ, അതായത് ഇപ്പോൾ വെലോസിറ്റി എക്സ് ഡയറക്ഷനിൽ മാത്രമാണ് വെലോസിറ്റി ഉള്ളതെന്ന് വിചാരിക്കുക. അതായത് u ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, വിയും ഡബ്ല്യൂയും, അതായത് വൈ ഡയറക്ഷനിലെ വെലോസിറ്റിയും സെഡ് ഡയറക്ഷനിലെ വെലോസിറ്റിയും 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതൊരു 1 ഡയമെൻഷണൽ ഫ്ലോ ആണെന്ന് പറയാം. അതായത് ഫ്ലോ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫ്ലോ പാരാമീറ്റർ എന്ന് പറയുന്നത് എന്താണ് ഫംഗ്ഷൻ ഓഫ് ടൈം ആൻഡ് സ്പേസ് കോർഡിനേറ്റ് ഓൺലി. ഇപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻകംപ്രസിബിൾ ഫ്ലോ ഇൻ എ ഡക്റ്റ്, ഒരു ഡക്റ്റിലൂടെയുള്ള ഇൻകംപ്രസിബിൾ ഫ്ലോ. അപ്പോൾ 1 ഡയമെൻഷണൽ ഫ്ലോ ആണെങ്കിൽ എന്തായിരിക്കും അത് 1 ഡയമെൻഷണൽ സ്പേസ് കോർഡിനേറ്റ്, ഒരു സ്പേസ് കോർഡിനേറ്റിന് മാത്രം കറസ്പോണ്ടിങ് ആയിട്ട് വേരി ചെയ്യുന്ന ഫ്ലോ ആയിരിക്കും. ഇനി നെക്സ്റ്റ് 2 ഡയമെൻഷണൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇതുപോലെ എന്തായിരിക്കും, രണ്ട് സ്പേസ് കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വേരി ചെയ്യുന്ന, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് ടൈം ആൻഡ് 2 റെക്ടാങ്കുലർ സ്പേസ് കോർഡിനേറ്റ്. അതായത് ഫ്ലോ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫ്ലോ വെലോസിറ്റി അല്ലെങ്കിൽ ഫ്ലോ പാരാമീറ്റേഴ്സ് എന്തിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും വേരി ചെയ്യുന്ന രണ്ട് സ്പേസ് കോർഡിനേറ്റിനും ടൈമിനും. അതായത് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും എന്തുണ്ടാവും, അതിന് ഫ്ലോയിൽ വേരിയേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്ലോ നമുക്ക് രണ്ട് സ്പേസ് കോർഡിനേറ്റ് വെച്ചായിരിക്കും ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു ഫ്ലോ ബിറ്റ്വീൻ അല്ലെങ്കിൽ വിസ്കസ് ഫ്ലോ ത്രൂ എ പൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ പ്രൊഫൈൽ എങ്ങനെയാണ് വരുന്നത്, സെൻട്രൽ എന്തായിരിക്കും ഫ്ലോ വെലോസിറ്റി കൂടുതലായിരിക്കും, അതിൻ്റെ വാളിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്ലോ വെലോസിറ്റി കുറഞ്ഞ് 0 ആയിരിക്കും. അപ്പോൾ അവിടെ എന്തുണ്ട്, എക്സ് ഡയറക്ഷനിലും വേരിയേഷൻ ഉണ്ട്, ഫ്ലോ വെലോസിറ്റിയിൽ വേരിയേഷൻ ഉണ്ട്, വൈ ഡയറക്ഷനിലും ഫ്ലോ വെലോസിറ്റിയിൽ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ രണ്ട് കോർഡിനേറ്റ്സിൻ്റെ രണ്ട് സ്പേസ് കോർഡിനേറ്റിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫ്ലോനെയാണ് നമ്മൾ 2 ഡയമെൻഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. അതായത് ഫ്ലോ ബിറ്റ്വീൻ എക്സാമ്പിൾ ആണെന്ത് ഫ്ലോ ബിറ്റ്വീൻ പാരലൽ പ്ലേറ്റ് ഓഫ് ഇൻഫിനിറ്റ് എക്സ്റ്റെൻറ്റ്, അതായത് ഇൻഫിനിറ്റ് ലെങ്ത്തുള്ള പാരലൽ പ്ലേറ്റിനിടയിലുള്ള ഫ്ലോ. അതുപോലെ തന്നെ എന്താണ് ഒരു വൈഡ് റിവറിലെ മെയിൻ സ്ട്രീം ഫ്ലോ എന്ന് പറയുന്നത് എന്തായിരിക്കും 2 ഡയമെൻഷണൽ ഫ്ലോ ആയിരിക്കും. അല്ലെങ്കിൽ ഫ്ലോ ത്രൂ പൈപ്പ്, ഒരു ഫ്രിക്ഷൻ
പൈപ്പിലൂടെയുള്ള വിസ്കസ് ഫ്ലോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ഡയമെൻഷണൽ ഫ്ലോ ആയിരിക്കും. ഇനി 3 ഡയമെൻഷണൽ ഫ്ലോ. 3 ഡയമെൻഷണൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ എന്തായിരിക്കും? 3 ഫംഗ്ഷൻ ഓഫ് 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ സ്പേസ് കോർഡിനേറ്റ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. അപ്പം ഈ എക്സ് കോർഡിനേറ്റിനും വൈ കോർഡിനേറ്റിനും സെറ്റ് കോർഡിനേറ്റിൻ്റെയും ഫംഗ്ഷൻ ആയിരിക്കും. ടൈമും പിന്നെ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് സെറ്റ് കോർഡിനേറ്റിൻ്റെയും ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഫ്ലോനെ നമുക്ക് എന്താ പറയാം? 3 ഡയമെൻഷണൽ ഫ്ലോ എന്ന് പറയാം. അതായത് ഫ്ലോ ത്രൂ എ കൺവേർജിങ് ഡൈവേർജിങ് നോസിൽ. അതായത് ഒരു കൺവേർജിങ് ഡൈവേർജിങ് നോസിലൂടെയുള്ള ഫ്ലോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ഡയമെൻഷനിലായിരിക്കും. അതായത് 3 ഡയറക്ഷനിലും അതിൽ എന്തുണ്ടാവും? വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്ലോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 3 ഡയമെൻഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഓർത്ത് വെക്കുക. ഫ്ലോ ഇൻ എ കൺവേർജിങ് ഡൈവേർജിങ് പൈപ്പ് അല്ലെങ്കിൽ ഒരു ചാനൽ. അതുപോലെ തന്നെ ഫ്ലൂയിഡ് മെഷീൻസിൻ്റെ ഉള്ളിലുള്ള, അതായത് ഫ്ലോ ഇൻസൈഡ് ഫ്ലൂയിഡ് മെഷീൻസ്, ഫ്ലൂയിഡ് ടർബൈൻസും അതുപോലെയുള്ള ഫ്ലൂയിഡ് മെഷീൻസിനുള്ളിലുള്ള ഫ്ലോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു 3 ഡയമെൻഷണൽ ഫ്ലോ ആയിരിക്കും. അപ്പോൾ ഇതാണ് 1 ഡയമെൻഷണൽ, 2 ഡയമെൻഷണൽ ആൻഡ് 3 ഡയമെൻഷണൽ ഫ്ലോ. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോ, 2 ഫ്ലോ ടൈപ്പാണ് ലാമിനാർ ഫ്ലോ, ടർബുലന്റ് ഫ്ലോ. എന്താണ് ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്? എ സ്മൂത്ത് ആൻഡ് റെഗുലർ ഫ്ലോ. അതായത് ഫ്ലൂയിഡ് ഒരു ലെയറായിട്ട്, ഒരു ലെയറിൻ്റെ മുകളിൽ മറ്റൊരു ലെയറായിട്ട് അങ്ങനെ സ്മൂത്ത് ആയിട്ട് ലെയർ ബൈ ലെയർ ആയിട്ട് ഫ്ലോ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്. അതായത് ഈച്ച് പാർട്ടിക്കിൾ ഹാസ് എ ഡെഫിനിറ്റ് പാത്ത്. അപ്പം ഈ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തില്ല? പരസ്പരം ക്രോസ് ചെയ്യുകയും ചെയ്യില്ല. അപ്പം ഒരു ലെയർ മറ്റേ ലെയറിനെ ക്രോസ് ചെയ്യില്ല. ഒരു ലെയർ, ഒരു സ്മൂത്ത് ലെയർ, ഒരു ലെയർ മറ്റൊരു ലെയറിലൂടെ മുകളിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാവും? ലെയറുകൾക്കിടയിൽ വിസ്കസ് ഉണ്ടാവും. അപ്പം വിസ്കസ് ലെയർ ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഫ്ലോ ആയിരിക്കും എന്ത്? ഈ ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പം ഇതിനെ നമ്മൾ സ്ട്രീം ലൈൻ ഫ്ലോ എന്നും കൂടി പറയാറുണ്ട്. അതായത് ലെയർ ബൈ ലെയർ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ഈ ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ലോ വെലോസിറ്റി ഫ്ലോ ആയിരിക്കും, ഹൈലി വിസ്കസ് ഫ്ലൂയിഡ് ആയിരിക്കും, റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 200 ആയിരിക്കും. അതായത് ഇനേർഷ്യ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ്, അതാണല്ലോ നമ്മൾ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 2000 ആയിരിക്കും, ലെസ് ദാൻ 2000. അതായത് ലാമിനാർ ഫ്ലോന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ലോ വെലോസിറ്റി ഫ്ലോ, ഹൈലി വിസ്കസ് ഫ്ലോ. അതായത് ഒരു ലെയറിന്റെ മുകളിൽ എന്താണ്? മറ്റൊരു ലെയർ മൂവ് ചെയ്യണല്ലേ. അപ്പോൾ അവിടെ എന്തായിരിക്കും? ഫ്രിക്ഷൻ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഹൈലി വിസ്കസ് ആയിട്ടുള്ള ഫ്ലോ ആയിരിക്കും അത്. പിന്നെ റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 2000 ആണെങ്കിൽ നമുക്ക് ആ ഫ്ലോനെ എന്ത് പറയാം? ലാമിനാർ ഫ്ലോ എന്ന് പറയാം. അതായത് ലെയർ ബൈ ലെയർ ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ് ഫ്ലോനെയാണ് നമ്മൾ ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിളാണ് ഫ്ലോ ത്രൂ കാപ്പിലറി ട്യൂബ്, അതുപോലെ ബ്ലഡ് ഫ്ലോ ഇൻ വെയിൻസ്, പിന്നെ ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ ഒക്കെ എന്താണ്? ലാമിനാർ ഫ്ലോന് എക്സാമ്പിളാണ്. ഇനി ടർബുലന്റ് ഫ്ലോ അല്ലെങ്കിൽ എഡ്ഡി ഫ്ലോ എന്ന് പറയുന്നത് അതിനൊരു പർട്ടിക്കുലർ പാത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്താണ്? ഒരു സിക്സാഗ് വേയിലായിരിക്കും ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്. അതായത് ടർബുലന്റ് ആയിട്ട് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ മൂവ് ഇൻ എ സിക്സാഗ് വേ, ഒരു സിക്സാഗ് ആയിട്ടുള്ള മോഷൻ. അതായത് ഡെഫിനിറ്റ് പാത്ത് ഉണ്ടാവില്ല, നമുക്കൊരു പർട്ടിക്കുലർ പാത്ത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ടർബുലന്റ് ഫ്ലോന്റെ കണ്ടീഷൻ എന്താണ്? ഹൈ വെലോസിറ്റി ഫ്ലോ ആയിരിക്കും, ഹൈ വെലോസിറ്റി ഫ്ലോ ആയിരിക്കും ടർബുലന്റ് ഫ്ലോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റെയ്നോൾഡ്സ് നമ്പർ മോർ ദാൻ 4000 ആയിരിക്കും. റെയ്നോൾഡ്സ് നമ്പർ മോർ ദാൻ 4000 ആയിരിക്കും ടർബുലന്റ് ഫ്ലോന്റെ കേസിൽ. അതായത് ഫ്ലഡിൽ റിവറിന്റെ ഫ്ലോ, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു പമ്പിലൂടെയുള്ള വാട്ടറിന്റെ ഫ്ലോ, വാട്ടർഫാൾസിലുള്ള വാട്ടറിന്റെ ഫ്ലോ, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ടർബുലന്റ് ഫ്ലോന് എക്സാമ്പിൾ ആയിരിക്കും. അതായത് ഒരു ഡെഫിനിറ്റ് പാത്ത് ഉണ്ടാവില്ല, സിക്സാഗ് വേയിലായിരിക്കും ഫ്ലൂയിഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ലാമിനാർ ഫ്ലോ ആണെങ്കിൽ നമുക്കറിയാം എന്താണ്? ലെസ് ദാൻ റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 2000. ടർബുലന്റ് ഫ്ലോ ആണെങ്കിൽ റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 4000 ആയിരിക്കും. ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള ഫ്ലോനെ നമുക്ക് എന്താ പറയാം? ട്രാൻസിഷൻ ഫ്ലോ എന്ന് പറയാം. ട്രാൻസിഷൻ ഫ്ലോ എന്ന്, അതായത് ഫ്ലോ ലാമിനാർ ആവാം അല്ലെങ്കിൽ ടർബുലന്റ് ആവാം, അല്ലെ ഇതിലേക്കുള്ള ഒരു ചേഞ്ച് ഓഫ് പാത്ത്, ആ ഒരു റീജിയനാണ് നമ്മൾ എന്ത് പറയുന്നത്? 2000 to 4000 റീജിയൻ, അതായത് ട്രാൻസിഷൻ ഫ്ലോ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് റൊട്ടേഷണൽ ഫ്ലോ ആൻഡ് ഇറൊട്ടേഷണൽ ഫ്ലോ. റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതിനൊപ്പം, ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഒരു പർട്ടിക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നതിനൊപ്പം അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിന് കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേറ്റും ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് പാർട്ടിക്കിൾ വൈൽ മൂവിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ റൊട്ടേറ്റ് അബൌട്ട് ദർ സെന്റർ ഓഫ് മാസ്. അതായത് അതിന്റെ സെന്റർ ഓഫ് മാസിന് അബൌട്ട് ആയിട്ട് അത് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും. ഇവിടെ നോക്കുക, ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഈ ഒരു പർട്ടിക്കുലർ ഡെഫിനറ്റ് പാത്തിലൂടെ മൂവ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ പോയിന്റിലും അതിന്റെ സെന്റർ ഓഫ് മാസിന് കറസ്പോണ്ടിങ് ആയിട്ട് അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൊട്ടേഷണൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ റൊട്ടേഷൻ നടക്കണമെങ്കിൽ അവിടെ എന്തായിരിക്കും, ഒരു ടോർക്ക് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ടോർക്ക് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അവിടെ ഷിയർ സ്ട്രെസ് ഉണ്ടാവും. അപ്പം റൊട്ടേഷണൽ ഫ്ലോന്റെ ഒരു കണ്ടീഷൻ നിങ്ങൾ എടുത്ത് നോക്കുക, ഷിയർ സ്ട്രെസ് നോട്ട് ഈക്വൽ ടു 0. അതായത് റൊട്ടേഷണൽ ഫ്ലോയിൽ ഷിയർ സ്ട്രെസ് നോട്ട് ഈക്വൽ ടു 0. ഇനി ഇറൊട്ടേഷണൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അത് ഒരു പർട്ടിക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ അതിന് സെന്റർ ഓഫ് മാസിന് അബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ഫ്ലോനെയാണ് നമ്മൾ ഇറൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. അതായത് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഒരു പർട്ടിക്കുലർ പാർട്ടിലൂടെ മൂവ് ചെയ്യുന്നു, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അതിന് സെന്റർ ഓഫ് മാസിന് കറസ്പോണ്ടിങ് ആയിട്ട് അത് റൊട്ടേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഫ്ലോനെയാണ് നമ്മൾ ഇറൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. ഇറൊട്ടേഷണൽ ഫ്ലോയിൽ ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും. ഇറൊട്ടേഷണൽ ഫ്ലോയിൽ എന്തായിരിക്കും, ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും. അതായത് ഫ്ലോ ഔട്ട്സൈഡ് ബൗണ്ടറി ലെയർ ഈസ് ജനറലി കൺസിഡേഴ്സ് ഇറൊട്ടേഷണൽ. അതായത് ബൗണ്ടറി ലെയറിന് ഔട്ട്സൈഡിലുള്ള ഫ്ലോ, നമ്മൾ ഒരു ബൗണ്ടറി ലെയർ പറയുമ്പോൾ ആ ബൗണ്ടറി ലെയറിന്റെ ഔട്ട്സൈഡിലുള്ള ഫ്ലോ എന്ന് പറയുന്നത് ഇറൊട്ടേഷണൽ ഫ്ലോ ആയിരിക്കും. ഇനി സ്റ്റഡി ആൻഡ് ഇറൊട്ടേഷണൽ ഫ്ലോനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഫ്ലോ എന്ന് പറയുന്നത്. ഒരു ഫ്ലോ സ്റ്റഡി ഫ്ലോ ആണ്, അതുപോലെ തന്നെ ഇറൊട്ടേഷണൽ ഫ്ലോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, പൊട്ടൻഷ്യൽ ഫ്ലോ എന്ന് പറയും. നമുക്കറിയാം നമ്മൾ ഐഡിയൽ ഫ്ലോ അല്ലെങ്കിൽ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താണ്, ഇറൊട്ടേഷണൽ ഇൻകംപ്രസിബിൾ ഇൻവിസിഡ് ലിക്വിഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അല്ലേ. ഇറൊട്ടേഷണൽ ഇൻകംപ്രസിബിൾ ഇൻവിസിഡ് ലിക്വിഡ്സിനെയാണ് നമ്മൾ ഐഡിയൽ ഫ്ലോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറൊട്ടേഷണൽ ആസ് വെൽ ആസ് സ്റ്റഡിയാണ് ഫ്ലോ എങ്കിൽ നമ്മൾ അതിനെ പൊട്ടൻഷ്യൽ ഫ്ലോ എന്ന് പറയും. അപ്പോൾ ഇതാണ് ഇറൊട്ടേഷണൽ ഫ്ലോ, റൊട്ടേഷണൽ ഫ്ലോ. ഇനി നെക്സ്റ്റ് കംപ്രസിബിൾ ഫ്ലോ ആൻഡ് ഇൻകംപ്രസിബിൾ ഫ്ലോ. നമുക്കറിയാം കംപ്രസിബിൾ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഡെൻസിറ്റി വേരി ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഫ്രം പോയിന്റ് ടു പോയിന്റ് ഡെൻസിറ്റി വേരി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം, കംപ്രസിബിൾ ഫ്ലോ എന്ന് പറയാം. ഇൻകംപ്രസിബിൾ ഫ്ലോ എന്ന് പറയുമ്പോൾ എന്താണ്, ഡെൻസിറ്റി ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ അങ്ങനെയുള്ള ഫ്ലോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻകംപ്രസിബിൾ ഫ്ലോ എന്ന് പറയുന്നത്. ഡെൻസിറ്റി എപ്പോഴാണ് വേരി ചെയ്യുന്നത്, ഏതിന്റെ കേസിലാണ്, ഗ്യാസസിന്റെ കേസിൽ, ഫ്ലൂയിഡ്സിൽ ഗ്യാസസിന്റെ കേസിൽ എന്തായിരിക്കും, ഡെൻസിറ്റി വേരി ചെയ്യും. അതുപോലെ തന്നെ സാധാരണഗതിയിൽ എന്താണ്, ലിക്വിഡ്സിന്റെ കേസിൽ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഇൻകംപ്രസിബിൾ എന്ന് പറയുന്നത് എന്താണ്, ഗ്യാസ് ഫ്ലോ നമുക്ക് എന്ത് പറയാം, ഇൻകംപ്രസിബിൾ ഫ്ലോനെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ലിക്വിഡ് ഫ്ലോനെ നമുക്ക് എന്ത് പറയാം, ഗ്യാസ് ഫ്ലോനെ നമുക്ക് എന്ത് കംപ്രസിബിൾ ഫ്ലോന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ലിക്വിഡ് ഫ്ലോനെ നമുക്ക് എന്ത് ഇൻകംപ്രസിബിൾ ഫ്ലോന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പോൾ കംപ്രസിബിൾ ഫ്ലോ എന്ന് പറയുമ്പോൾ എന്താണ്, ഡെൻസിറ്റി വേരി ചെയ്യുന്നു, പോയിന്റ് ടു പോയിന്റ് ഡെൻസിറ്റി വേരി ചെയ്യുന്നു. ഇൻകംപ്രസിബിൾ ഫ്ലോ എന്ന് പറയുമ്പോൾ പോയിന്റ് ടു പോയിന്റ് ഡെൻസിറ്റി എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും, വേരി ചെയ്യുന്നില്ല.